ഹായ് എവറിബഡി, വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. ഇന്ന് ഡേ 2 ഇൻ കുട്ടേസി. ഇന്നത്തെ ഈ അറ്റയറിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തലേദിവസം വെള്ളമൊക്കെ കുടിച്ച് ജലദോഷം പിടിച്ചു. അതുകൊണ്ടാണ് ഈ അറ്റയർ. അപ്പോൾ ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഒരു ജോർജിയൻ റെസ്റ്റോറൻറ്റിൽ പോയി. അപ്പോൾ ഇത് മീറ്റ് സൂപ്പാണ്. അതുപോലെ ഇത് കിൻകാളി. കിൻകാളി ഒരു ഫേമസ് ഒരു ജോർജിയൻ ഡെലിക്കസിയാണ്. നല്ല അടിപൊളിയാണ്. മീറ്റ് ഫില്ലിംഗ് ഉള്ള ഒരു ജോർജിയൻ ഡെലിക്കസിയാണ് ഈ കിൻകാളി. കിൻകാളി വളരെ ഫേമസ് ആണ്. മോമോസ് പോലെയും ഡംപ്ലിംഗ് പോലെയൊക്കെ ഇരിക്കും. അപ്പം ഞങ്ങൾ ഈ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ പ്രൊമോത്തീസ് കേവിലേക്ക് പോകാനുള്ള പ്ലാനാണ്. ഹിന്ദി. I'll make a video. Can you sing? ഞങ്ങൾ പ്രൊമീത്തിയസ് കേവിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ കൊണ്ടുപോകുന്നത് തോറു എന്ന് പേരുള്ള ഡ്രൈവറാണ്. ഇത് ഓൺ ദ വേ ആണ് പ്രൊമീത്തിയസ് കേവിലേക്ക്. Die. Why they wanna move like that? Where you want gone? Why you want act like that? Why you play hard? No. ഇത് പ്രൊമീത്തിയസ് കേവിൻ്റെ എൻട്രൻസ് ആണ്. നമ്മളിവിടെ പോയിട്ട് പേയ്മെൻറ്റ് ചെയ്യണം. ഒരു ടിക്കറ്റ് 25 ലാരിയോളം ആയി നമുക്ക് ഒരാൾക്ക്. ഇതൊരു ബോട്ട് ടൂറും ഉണ്ട്, അതുപോലെ തന്നെ വാക്കിംഗ് ടൂറും ഉണ്ട്. ഇപ്പോൾ വാക്കിംഗ് ടൂറ് പ്ലസ് ബോട്ട് ടൂറാണ് വരുന്നത്. അല്ലാണ്ട് ബോട്ട് ടൂർ ഡയറക്റ്റായിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് നമ്മൾ ഒരു ഗ്രൂപ്പായിട്ടാണ് ഇവർ നമ്മളെ കൊണ്ടുപോകുന്നത്. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്ത് നമ്മുടെ ഗ്രൂപ്പ് എല്ലാവരും ആയിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ അവർ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി നമ്മൾ പോവുകയാണ്. Дорогие гости, здравствуйте, меня зовут Мария, я буду вас сопровождать. Когда вы пишете... അപ്പോൾ നമ്മൾ പ്രൊമീത്തിയസ് കേവിൻ്റെ ഉള്ളിലേക്ക് എത്തി. കേവ് വളരെ എൻചാൻറ്റിങ് ആയിട്ടുള്ളൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കേവാണ്. നല്ല ലെങ്ത്തും നല്ല ഡെപ്തും ഉള്ള ഒരു കേവാണ്. ലൈറ്റ്സും ലേസറും ഒക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിതെല്ലാം കാണാനും ഒക്കെ ആയിട്ട് അതിൽ നല്ല മ്യൂസിക് കാര്യങ്ങളൊക്കെ ഉണ്ട്.
അങ്ങനെ പ്രൊമീത്തിയസ് കേവിൻ്റെ കാഴ്ചകളൊക്കെ ഉണ്ട്. ഇത് നമ്മുടെ എക്സിറ്റാണ്. ഈ ടണലിലൂടെ വേണം നമ്മൾ എക്സിറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ എക്സിറ്റ് ചെയ്യുന്നതിന് ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞ് എക്സിറ്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ പ്രൊമീത്തിയസ് കേവിൻ്റെ പുറത്തെത്തി. അവരവിടെ ഒരു ബസ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് മെയിൻ എൻട്രൻസിലേക്ക് എത്താൻ വേണ്ടി. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് സറ്റാപ്ലിയ പോകാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഞങ്ങൾ നന്നായിട്ട് മടുത്തു. അതുകൊണ്ട് നേരെ പ്രൊമീത്തിയസ് കേവിൽ നിന്ന് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴി തോറ് ഞങ്ങൾക്ക് പാർലമെൻറ്റിൻ്റെ ഇത് കാണിച്ചു തന്നാൽ കാണുന്നതാണ് പാർലമെൻറ്റ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് തോറുവിൻ്റെ വൈൻ കളക്ഷനിൽ നിന്ന് ഞങ്ങൾക്ക് 2 വൈൻ ഫ്രീ ആയിട്ട് തന്നു. ഞങ്ങൾ ക്യാഷ് എത്ര കൊടുക്കാമെന്ന് ശ്രമിച്ചിട്ടും പുള്ളി അത് മേടിച്ചില്ല. അപ്പം ഞങ്ങൾ ഇതുമായിട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ഗ്രീൻ ബസാറിൽ നിന്ന് ഞങ്ങൾ മേടിച്ച ഫ്രൂട്ട്സ് ഒക്കെ ആയിട്ട് വൈനും ഒക്കെ ആയിട്ട് ഞങ്ങൾ എന്താ പറയുക നമ്മുടെ ഉച്ചക്കത്തെ ലഞ്ച് ഏകദേശം ഇതൊക്കെ തന്നെയായിരുന്നു. അതുകഴിഞ്ഞ് ഞങ്ങളൊന്ന് കിടന്നുറങ്ങി. ഞങ്ങളിന്ന് ലൈറ്റായിട്ട് ലഞ്ച് കഴിക്കാനുള്ള കാരണം അല്ലെങ്കിൽ ഈ ഫ്രൂട്ട്സത്തിൽ ഒതുക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വൈകുന്നേരം ഒരു ജോർജിയൻ ഡിന്നർ കഴിക്കാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം നമ്മുടെ മെയിനായിട്ടുള്ള കുറ്റേസി ടൗണിലേക്ക് പോന്നു. ആ കോൾച്ചേഴ്സ് ഫൗണ്ടെയിൻ്റെ അടുത്ത് ബറാക്ക എന്ന് പേരുള്ള ഒരു അടിപൊളി റെസ്റ്റോറൻറ്റ് ഉണ്ട്. അപ്പം ഞങ്ങൾ ആ റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്ന വഴിയാണ്. റെസ്റ്റോറൻറ്റിൽ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഞങ്ങളുടെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോർജിയൻ ഡെലിക്കസി ഫുഡ്സായ മിറ്റ്സ്വാടി, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ പോർക്ക് ഗ്രില്ലാണ് മിറ്റ്സ്വാടി എന്ന് പറയുന്നത്. മിറ്റ്സ്വാടിയും അതേപോലെ കച്ചാപ്പൂരിയും ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ ബറാക്ക റെസ്റ്റോറൻറ്റിലേക്ക് വന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ മിറ്റ്സ്വാടി. വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ജോർജിയൻ ഫുഡാണിത്. അതുപോലെ തന്നെ കച്ചാപ്പൂരിയും വളരെ ഫേമസ് ആണ്. കച്ചാപ്പൂരിയൊക്കെ ഒരു ചാൻസ് കിട്ടി കഴിഞ്ഞാൽ ഒരിക്കലും കഴിക്കാതെ വിടരുത്. അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രെഡാണ് കച്ചാപ്പൂരി. മിഡിൽ ബട്ടറും എഗ് യോക്കും ഒക്കെ ആയിട്ട് ഒരു സൂപ്പർ ഡിഷാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം 8:45 ഞങ്ങൾ നോക്കുമ്പോൾ ടൈം നോക്കി 8:45. പക്ഷേ പുറത്ത് ഒരു നമുക്ക് കാണുമ്പോൾ തോന്നുന്ന ഏകദേശം ഒരു വൈകുന്നേരമായ ഒരു 5:30-6 മണിയുടെ ഫീലായിരുന്നു. ഇവിടെ ലേറ്റായിട്ടാണ് രാത്രിയാവുന്നത്. അപ്പം ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് നേരം അവിടെ കോൾച്ചേഴ്സ് ഫൗണ്ടെയിനൊക്കെ കാണാമെന്ന് വിചാരിച്ചിട്ട് കോൾച്ചേഴ്സ് ഫൗണ്ടെയിനിലേക്ക് പോവുകയാണ്. ഇതാണ് കോൾച്ചേഴ്സ് ഫൗണ്ടെയിൻ. കുറ്റേസി ടൗണിൽ സെൻറ്ററിൽ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നതാണ് ഈ കോൾച്ചേഴ്സ് ഫൗണ്ടെയിൻ. ഒരുപാട് ടൂറിസ്റ്റുകൾ ഇതിന് ചുറ്റും നിന്ന് ഫോട്ടോസ് എടുക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളും കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഞങ്ങൾ കോൾച്ചേഴ്സ് ഫൗണ്ടെയിനിൽ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ ഇന്നത്തെ ഡേ 2 കഴിഞ്ഞു. ഇനി നമുക്ക് ഡേ 3 കാണാം. അതുവരെ ബൈ. സോ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. Till then, bye-bye.